ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള കുറച്ച് കുക്കിങ്ങും പിന്നെ കുറച്ച് ബേസിക് ക്ലീനിങ്ങും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കോണ്ടൻറ്റും കൂടി പറയുന്നുണ്ട്. അതായത് എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഹോം മേക്കറായി മാറാം എന്നുള്ള ഒരു കാര്യം കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. എന്തോ എനിക്കൊരു ക്ലീൻ ചെയ്തത് നന്നായിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ മൈക്രോ ഫൈബർ വെച്ച് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ സ്റ്റൗ ഒക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുമല്ലോ. അപ്പം ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസിൽ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ തലേദിവസമോ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഫുൾ സെറ്റാക്കി ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല പോസിറ്റീവായിട്ട് വന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡെയിലി കാര്യങ്ങളും കൂടി പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഹോം മേക്കർ ആവാം. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പോസിറ്റീവാക്കി വെക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മുടെ മൈൻഡ് ഹാപ്പി ആയിട്ടിരുന്നാൽ പോസിറ്റീവായിട്ടിരുന്നാൽ ഒരുവിധം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നന്നാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലേ? നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ടിരിക്കുക. നമുക്കിപ്പോൾ ഉള്ള കാര്യത്തിൽ നമ്മൾ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പം നെഗറ്റീവ് തോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പോസിറ്റീവ് തോട്ട്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ മാറ്റി വെച്ചിട്ട് ഇല്ല, അങ്ങനെയൊന്നുമില്ല, നമുക്കിത് വേറെ രീതിയിൽ ചെയ്തെടുക്കാം, അങ്ങനെ വയ്ക്കുക. പിന്നെ അതുപോലെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ഗോൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നല്ലൊരു ഡേ ആയിരിക്കും. അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്നത് ചെയ്യണം, അങ്ങനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫിസിക്കൽ, ഇമോഷണൽ, മെൻ്റൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെല്ലാം ഹെൽത്തി ആയിട്ടിരിക്കണം. അതുപോലെ മൈൻഡ് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. അതുപോലെ നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഒക്കെ പുറമേ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിരിക്കില്ല. അതെപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഭംഗിയായി ഞാൻ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി നല്ലൊരു മൈൻഡ് സെറ്റോടു കൂടി പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ രാവിലത്തെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതായത് പുട്ടാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് റാഗി പുട്ടും കൂടി ചെയ്യുന്നുണ്ട്. അതെനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അരിഭക്ഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ അരിപ്പുട്ട് ഉണ്ടാക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നില്ലെങ്കിൽ റാഗിപ്പുട്ട്, പിന്നെ അതല്ലെങ്കിൽ ഓട്സ് പുട്ട്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് തൈറോയിഡിൻ്റെ ഒരു വേരിയേഷൻ കാണിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞിരുന്നു തൈറോയിഡിന് ഓട്സ് അത്ര നല്ലതല്ല എന്ന്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഓട്സ് ആക്കാതെ കുറച്ച് റാഗിയും കൂടി ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പുട്ടിൽ എനിക്ക് റാഗിയും ഓട്സും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ഓട്സ് പുട്ടാണ്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവം ഉള്ളതുകൊണ്ട് പിന്നെ റാഗി പൊതുവേ അയേൺ കണ്ടൻറ്റും എല്ലാം കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് റാഗി പുട്ടും കൂടി ട്രൈ ചെയ്യാം. റാഗി പുട്ട് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്യും കേട്ടോ. പ്യുവർലി റാഗി ആകുമ്പോഴത്തേനും നമുക്ക് അത്ര ഒരു ടേസ്റ്റ് ഇല്ല കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വൈകി എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ടാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാലിപ്പൂവമ്പഴം ഉണ്ടാവും, അതല്ലെങ്കിൽ ഓൾറെഡി എന്തെങ്കിലും കറി ഉണ്ടാവും, ചിക്കനോ അങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടാവും. അതും അല്ലെങ്കിൽ ഫിഷ് കറി അതും ഉണ്ടെങ്കിൽ മൂടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടലയോ ഗ്രീൻ പീസോ കറി അല്ലെങ്കിൽ പയർ ഉണ്ടാക്കും. പയർ ഒലത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും മസാല ഞാൻ സെറ്റാക്കി വയ്ക്കും. അപ്പോൾ എല്ലാം കൂടി രാവിലെ തന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ധൃതി കൂടുതലായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സൈഡായിട്ട് കരുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ എളുപ്പത്തിൽ കടലക്കറി ഉണ്ടാക്കാവുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ എപ്പോഴും സമയം നമ്മൾ കുറവുള്ളപ്പോൾ അങ്ങനെ ഒരുക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൊതുവേ ഞാൻ ഇതുപോലെ എഗ്ഗും പിന്നെ കുട്ടികൾക്ക് പാല് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അതുപോലെ നട്ട്സ്,
പിന്നെ മോൻ പൊതുവേ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയായതുകൊണ്ട് ആകെ കഴിക്കുന്ന ഒരു സാധനമാണ് ക്യാരറ്റ്. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇങ്ങനെ അരിഞ്ഞ് സ്റ്റിക്ക് പോലെ ആക്കിയിട്ട് അവൻ കഴിക്കണതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കും. ഇതൊന്നും ചില സമയത്ത് കഴിക്കില്ല, എങ്കിൽ കൂടിയും 2 എഗ്ഗ്, പാല്, നട്ട്സ്, ആപ്പിള് ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കൂടുതലും ഇങ്ങനെ സെറ്റാക്കി വെക്കാറുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇത്രയും ട്രൈ ചെയ്യുമ്പോഴായിരിക്കും അവർ കുറച്ചെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അവർ നല്ലപോലെ ഉള്ളിച്ചില്ല. അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് പോയി ഇതാ ജോലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജോലി ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് ടൈമിന് പോരും, ഫുഡ് കഴിക്കും. ഒരുപാട് പണികളൊന്നും ഞാൻ ചെയ്തു വെക്കാറില്ല. പിന്നെ ജോലി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയിൽ ബ്രേക്സ് എടുക്കുമ്പോൾ ഇടയ്ക്ക് പാത്രങ്ങൾ കഴുകി വെച്ചത് എടുത്ത് വെക്കും കേട്ടോ. ഇതിപ്പം അതിന് ശേഷം ഇനിയിപ്പം ചായയുടെ ടൈമായി. ചായയുടെ ടൈമിന് ശേഷം ഞാൻ കുറച്ച് നേരം കൂടി ഇരിക്കും, ഒരു 5:30 വരെ ഉണ്ടല്ലോ സമയം. അപ്പം പക്ഷേ ചായയുടെ ടൈമിൽ നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ട് ചായയൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ കണ്ടിന്യൂസ് ഇരിക്കാതിരിക്കാൻ ഞാൻ നോക്കാറുണ്ട്. ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു വെക്കേണ്ട പാത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ദാ ഈ റൂമിലെ ബെഡ് മേക്ക് ചെയ്യാനുണ്ട്. അപ്പം ഞാനത് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഒരു പോസിറ്റീവ് ഹോം മേക്കർ ആയതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. അപ്പോഴത്തേനും നമ്മൾ ഈ റൂമൊക്കെ ഒന്ന് സെറ്റാക്കാം. അപ്പം സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഡേയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് ടൈം സ്കെഡ്യൂൾ ചെയ്യാം. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ പിടികിട്ടും. അതിനനുസരിച്ച് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു ഹോം മേക്കറെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കറക്റ്റായിട്ട് പിടുത്തം കിട്ടിയാൽ തന്നെ നമുക്ക് എന്താ പറയുക, കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഇനിയിപ്പം നമ്മൾ ഒരു ജോലിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് മാനേജ് ചെയ്യേണ്ടതുണ്ടല്ലോ. കൂടെ നമ്മുടെ കുട്ടികൾ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പം ഇതിൽ നമ്മൾ പോസിറ്റിവിറ്റി നിറച്ച് അല്ലെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാമെന്ന് പറയുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. അപ്പം അത് നല്ല രീതിയിൽ കൊണ്ടുപോവുക. എവിടെയാണ് നമ്മുടെ സമയം നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ നമ്മുടെ കയ്യിലുള്ള സമയവും ഇത് രണ്ടും തമ്മിലൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന കാര്യമാണ് നമ്മളുടെ റിലേഷൻഷിപ്സ്, അതായത് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി, ഔട്ട്സൈഡ് ആയിട്ടുള്ള ഫാമിലി. അപ്പോൾ ഇതിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോവുക. നമ്മുടെ മക്കളായിട്ടുള്ളതാണെങ്കിലും നമ്മുടെ പാർട്ട്ണറായിട്ടുള്ളതാണെങ്കിലും അതുപോലെ നമ്മുടെ ഔട്ട്സൈഡ് ഫാമിലി ആയിട്ടുള്ളതാണെങ്കിലും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലാവുമ്പോൾ തന്നെ ബന്ധങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടവർക്ക് ആ ഒരു അപ്രിസിയേഷൻ കൊടുക്കാൻ നോക്കുക. നമ്മുടെ ക്വാളിറ്റി ടൈം, ഇവിടെയും ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി ടൈം നന്നായിട്ട് കൊടുക്കാൻ നോക്കുക. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കുറച്ചൊന്ന് എമ്പതൈസ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ റിലേഷൻഷിപ്സ് നന്നാവുമ്പോൾ നമ്മൾ വീണ്ടും പോസിറ്റിവിറ്റിയാണ് വരുന്നത്. അപ്പം അതും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞതെല്ലാം നമ്മളുടെ ഇമോഷണൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി വരുന്നത് കുറച്ച് മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ വീട്, ഹോം മേക്കർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ വീടാണ്. അപ്പോൾ വീട് നല്ല ഒതുങ്ങി കിടന്നാൽ തന്നെയും നമ്മുടെ കുറേ പ്രശ്നങ്ങൾ, നമുക്ക് നല്ല രീതിയിൽ പോസിറ്റിവിറ്റി വരും അല്ലേ. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്ലട്ടർ ഒഴിവാക്കുക എന്നുള്ളത്. ക്ലട്ടർ ഒഴിവാക്കി ഡീക്ലട്ടർ ചെയ്ത് വീട് നല്ലപോലെ ഓർഗനൈസ്ഡ് ആവുമ്പോൾ തന്നെ നമുക്ക് പകുതി പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാവുന്ന പോലെയാണ്, കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുന്ന പോലെയാണ്. അപ്പോൾ ഡീക്ലട്ടറിങ്, ഓർഗനൈസിങ്, അതുപോലെ റുട്ടീൻസ്, പ്രയോറിറ്റീസ് ഇതെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീട് നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, നമ്മളുടെ എന്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം, നമ്മുടെ ഹോബീസ്, നമ്മുടെ ഗോൾസ്, ഇതെല്ലാം ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കുക. അതുപോലെ സെൽഫ് കെയറിന് സമയം കണ്ടെത്തുക. മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ അതും ഉൾക്കൊള്ളുക. ഇപ്പോൾ പൊതുവേ നമ്മൾ ഹോം മേക്കർ ആകുമ്പോൾ, അല്ലെങ്കിൽ ഈ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഇഷ്ടം പോലെ നമ്മൾ ഹോം മേക്കിംഗ് വീഡിയോസൊക്കെ കാണുമല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും പഠിക്കാനുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് അവർ ചെയ്യുന്നതിൽ നിന്നും എല്ലാം പഠിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നും എല്ലാം നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുക, ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. അപ്പോൾ തന്നെ എന്നിട്ടൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി കാര്യങ്ങൾ ചെയ്ത് നോക്കിയേ.
ഡെഫിനറ്റ്ലി നമുക്കൊരു അടിപൊളി പോസിറ്റീവ് ഹോം മേക്കറായി മാറാൻ പറ്റും. ഞാൻ ഇന്ന് കുറച്ച് പോസിറ്റീവായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി പോസിറ്റീവ് ഹോം മേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇത്രയും നേരത്തെ എൻ്റെ പണികളൊക്കെ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത പണി എന്ന് പറയുന്നത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഫ്രിഡ്ജിൽ പൊതുവേ എനിക്ക് സാധനങ്ങൾ കൂടുതലാണ്, സമയം കുറവാണ്. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലെ 2 തട്ടാണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത്. ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കി സാധനങ്ങൾ ഒന്ന് തിരിച്ചെടുത്ത് വെക്കുകയാണ്. റെഗുലർലി ഇങ്ങനെ ചെയ്തു പോയാൽ മാത്രമാണ് ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ ഒഴിവാവുള്ളൂ. പൊതുവേ എനിക്ക് സാധനങ്ങൾ കൂടുതലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തു പോയിട്ടില്ലെങ്കിൽ ഫ്രിഡ്ജ് നല്ല പോലെ നിറയും. അപ്പോൾ ഇന്ന് ഞാൻ 2 തട്ടേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അതെന്തായാലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നിനിയിപ്പോൾ വലുതായിട്ട് പണികളൊന്നുമില്ല. ചായ ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇനി എല്ലാവരും കൂടി പുറത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് പോയി കഴിഞ്ഞാൽ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു ഐഡിയലി കഫേ എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നല്ല അടിപൊളി കോഫിയൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതുവരെ പോയിട്ടില്ല, ഇങ്ങനെ കുറേ കേൾക്കാറുണ്ട്. അപ്പം എന്തായാലും വെജിറ്റേറിയൻ അവിടെ നിന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ. അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് അങ്ങോട്ട് പോകണം. നമ്മളവിടെ നിന്ന് പല ഐറ്റംസാണ് കേട്ടോ കഴിച്ചത്. പുട്ട് കടല എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ തട്ട് ദോശ, ചമ്മന്തി, പിന്നെ ഒരു നാനും കറിയും സ്റ്റൂവോ അങ്ങനെ എന്തോ കറി ഉണ്ടായിരുന്നു. എല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് നല്ല ഫിൽറ്റർ കോഫി കിട്ടും. വളരെ കുറച്ച് തരുള്ളൂ, പക്ഷെ ആ ഒരു സ്ട്രോങ് കോഫി നല്ല ടേസ്റ്റാണ്. പിന്നെ മോൾക്ക് പാനിപൂരി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതും അവിടെ സൈഡിലുള്ള കടയിലുണ്ടായിരുന്നു. അപ്പോൾ അതും അവൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് ഈ ഐറ്റംസ് ഒന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.